വാർത്തകൾ തുടരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരായ രാപ്പകൽ ഉപരോധ സമരത്തിന് മുന്നോടിയായി നടക്കുന്ന കർഷക മുന്നേറ്റ ജാഥ നാളെ മലപ്പുറം എടക്കരയിലെത്തും. രാവിലെ 11 മണിയോടെ എടക്കരയിലും ഉച്ചയ്ക്ക് ശേഷം വണ്ടൂരും എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇ.പി. ജയരാജൻ ജാഥ ക്യാപ്റ്റനും വത്സൻ പനോളി മാനേജറുമായുള്ള ജാഥ മെയ് 22-ന് കാസർകോട് നിന്നാണ് ആരംഭിച്ചത്. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക, അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് രാപ്പകൽ ഉപരോധവും കർഷക മുന്നേറ്റ ജാഥയും നടത്തുന്നത്. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെയ് 30, 31 തീയതികളിൽ തിരുവനന്തപുരം വനം CCF കാര്യാലയത്തിന് മുന്നിലാണ് രാപ്പകൽ ഉപരോധ സമരം. വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ മൃഗങ്ങൾ പുറത്തേക്ക് വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിന് അവിടെ തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കണം. ഈ വനം വന്യജീവി നിയമം 1972 നിയമമാണ്. അതിൽ കാലോചിതമായ രീതിയിലുള്ള ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു നിയമമേ അല്ല. അതിലെ വകുപ്പ് 11A എന്ന് പറയുന്ന വകുപ്പ് ഈ മൃഗങ്ങളെ വന്യജീവികളായി അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി കിട്ടാത്ത പ്രശ്നമുണ്ട്.